ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. NEET പാസ്സായ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും എൻ്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NEET ക്വാളിഫൈ ആയതിനു ശേഷം ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ലീഡിംഗ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായ ജിപ്മറിനെ പറ്റിയാണ്. ജിപ്മർ കൂടാതെ തന്നെ എയിംസ് ഉണ്ട്, MNS ഉണ്ട്, മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഉണ്ട്. മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറിക്കാണ്. അപ്പോൾ എയിംസിന്റെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിപ്മർ ആണ്, ജിപ്മർ പുതുച്ചേരി. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഓൾ അബൌട്ട് ജിപ്മർ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏതൊക്കെ കോഴ്സുകളാണ് MBBSന് പുറമെ അവിടെ ഉള്ളത്, എത്ര സീറ്റ്സുകൾ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. വരും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ആവുന്ന ടൈമിൽ തന്നെ നമ്മൾ അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ വരും ദിവസങ്ങളുള്ള പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ജിപ്മർ? ജിപ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇത് സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരി അല്ലെങ്കിൽ പണ്ട് പോണ്ടിച്ചേരി എന്നൊക്കെ പറയും. 1956 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത്. ഇപ്പോൾ വൺ ഓഫ് ദ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യയാണ് ഈ ജിപ്മർ എന്ന് പറയുന്നത്. ഇവിടെ പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡിഗ്രി തന്നെയായിരിക്കും. ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അത് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇവിടെ തന്നെ നിങ്ങൾക്ക് പഠനത്തിന് ശേഷം പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരുപക്ഷെ ഇവിടെ ലഭിച്ചില്ലെങ്കിൽ ഇവിടെ പഠിച്ചതിന്റെ പേരിൽ ഏറ്റവും മികച്ച, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച മറ്റു ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാനായിട്ടുള്ള ഒരു അവസരവും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ UG കോഴ്സുകളുണ്ട്, PG കോഴ്സുകളുണ്ട്, മറ്റ് മെഡിക്കൽ ട്രെയിനിങ്, മെഡിക്കൽ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് കോഴ്സുകളൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. 2000-ലധികം ബെഡ് കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നത്. അപ്പോൾ എത്രത്തോളം മികച്ച ട്രെയിനിങ് ആണ് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ആലോചിച്ചുകൊള്ളുക. ഈ വർഷത്തെ ആപ്ലിക്കേഷൻ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഇയറിലായിരുന്നെങ്കിൽ ഒരു ഒക്ടോബർ ടൈമിലായിരുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയതും. ഒരു നവംബറിലൊക്കെ ആയിരുന്നു ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ആയത്. അപ്പോൾ ഈ വർഷം നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വരുന്ന ടൈമിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും ഏതൊക്കെ കോഴ്സുകളാണ് MBBSന് പുറമെ ജിപ്മർ ഓഫർ ചെയ്യുന്നത്, ഏതൊക്കെ കോഴ്സുകളാണ്. BS നഴ്സിംഗ് ഉണ്ട്, മറ്റ് അലൈഡ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കോഴ്സിനും എത്ര സീറ്റുകളാണ്, ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ജിപ്മർ ഓഫർ ചെയ്യുന്ന 2 BSc കോഴ്സുകളാണ് ഉള്ളത്. ഒന്ന് BSc നഴ്സിംഗും 2 BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസും. BSc നഴ്സിംഗ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, 4 ഇയർ ഡ്യൂറേഷൻ കോഴ്സാണ്. ഇതിൽ തന്നെ 24 വീക്സ് പെയ്ഡ് ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കും. 2 BSc അലൈഡ് ഹെൽത്ത് കോഴ്സസ് ആണ്. ഇതും 4 ഇയർ കോഴ്സ് തന്നെയായിരിക്കും. ചിലപ്പോൾ 3.5 ഇയേഴ്സ് ഒക്കെ തിയറിയും പിന്നെ ബാക്കി പ്രാക്ടിക്കൽസ്, അത് ഓരോ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീറ്റ്സ് നോക്കാം. BSc നഴ്സിംഗിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 85 സീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്, മെയിൽ കാൻഡിഡേറ്റ്സിന് 9 സീറ്റ്സും. ഇനി അലൈഡ് കോഴ്സുകളിലേക്ക് വരാനാണെങ്കിൽ എല്ലാ കോഴ്സുകളുമായി ആകെ 87 സീറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനിയും ഓരോ ഇൻഡിവിജ്വൽ കോഴ്സും നോക്കാനാണെങ്കിൽ ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അതായത് BSc MLT ആണെങ്കിൽ 37 സീറ്റ്സ് ആയിരിക്കും ഉള്ളത്. അനസ്തേഷ്യ ടെക്നോളജി ആണെങ്കിൽ 5 സീറ്റും, BSc ഒപ്റ്റോമെട്രി ആണെങ്കിൽ 5 സീറ്റ്, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി ആണെങ്കിൽ 5 സീറ്റ്, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി ആണെങ്കിൽ 5 സീറ്റ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ് 5 സീറ്റ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി 5 സീറ്റ്സ്, ന്യൂറോ ടെക്നോളജി 5 സീറ്റ്, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി 5 സീറ്റ്, പെർഫ്യൂഷൻ ടെക്നോളജി 5 സീറ്റ്, റേഡിയോ തെറാപ്പി ടെക്നോളജി 5 സീറ്റ്. അങ്ങനെ ടോട്ടൽ പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിംഗ് BSc നഴ്സിംഗ് ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 181 സീറ്റ്സ് ആയിരിക്കും ആകെ BSc കോഴ്സുകൾക്ക് ജിപ്മർ ഓഫർ ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന ഒരു കണക്ക് മാത്രമാണ്. ഈ ഇയറിലെ പ്രോസ്പെക്ടസ് ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇനിയും കോഴ്സുകൾ ഇതിലേക്ക് ആഡ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സുകളിൽ നിന്നൊക്കെ ചിലത് റിമൂവ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോസ്പെക്ടസ് വന്നാൽ മാത്രമേ ഒരു കണക്ക്, ശരിയായ ഒരു കണക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഒരു ഏകദേശം ഐഡിയ ആണ് ഏതൊക്കെ കോഴ്സുകളാണ്, എത്ര സീറ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ലഭിച്ചതും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. ഈ BSc നഴ്സിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അലൈഡ് കോഴ്സുകൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി
ഓൾറെഡി ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഡ്യൂറേഷൻ ആണ്, അല്ലെങ്കിൽ ഓരോ കോഴ്സിൻ്റെയും സ്കോപ്പ് എന്താണ്, ഓരോ കോഴ്സിലും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ തിയറട്ടിക്കൽ വശവും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പോൾ ഓരോ കോഴ്സും എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമുക്ക് ജിപ്മറിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. അതിൽ ഒന്നാമത്തേത് നാഷണാലിറ്റിയാണ്. ഇന്ത്യൻ നാഷണാലിറ്റിയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിന് മാത്രമേ ജിപ്മറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിന് 17 ഇയേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതും നീറ്റ് ക്വാളിഫൈ ആയവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് പുറമെ മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് മാർക്കിന്റെ കാര്യം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിത്ത് ഇംഗ്ലീഷ് നിങ്ങൾ 50% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ റിസർവേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനും ഉണ്ട്. പക്ഷെ റിസർവേഷന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. കാരണം ഇതിന്റെ പുതിയ പ്രോസ്പെക്ടസ് വരികയാണെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ EWS ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, ഇതിനെല്ലാം റിസർവേഷൻ, SC ST ഒക്കെ റിസർവേഷൻസ് ഉണ്ട് ഈ ഒരു ജിപ്മറിന്. അപ്പോൾ ആരും തന്നെ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്ഡേറ്റഡ് വീഡിയോയിലൂടെ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ജിപ്മറിന്റെ ആപ്ലിക്കേഷൻ എപ്പോഴും നമ്മൾ ജിപ്മറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ മാത്രമായിരിക്കും ചെയ്യുന്നത്. ഈ വർഷം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ തന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, അലോട്ട്മെന്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ തരാം എങ്ങനെയാണ് ഇതിന്റെ ഫീസ് കാര്യങ്ങൾ എന്നൊക്കെ. എന്നാൽ മാത്രമല്ലേ നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എത്രയാണ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് കൂടും അവിടെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഹോസ്റ്റൽ ഫീസ് ആയിക്കോട്ടെ, മെസ് ചാർജ് ആയിക്കോട്ടെ, ഇനി അതെല്ലാം ഇനിയും ബേസിക് ആയിട്ടുള്ള അഡ്മിഷൻ ഫീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഓവറോൾ ഐഡിയ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിലെ ഫീസാണ് നോക്കുന്നത്. BSc കോഴ്സുകൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 11,400+ ആയിരിക്കും. ഇതിൽ തന്നെ അഡ്മിഷൻ ഫീസ് ഉണ്ടാവും, ട്യൂഷൻ ഫീസ് ഉണ്ടാവും, ജിപ്മർ സ്റ്റുഡന്റ് അസോസിയേഷൻ ഫീ ഉണ്ടാവും. ഇതൊക്കെ ആനുവലി ആണ് വരിക. ലേണിംഗ് റിസോഴ്സ് ഫീ ഉണ്ട്, അതും ആനുവലി ആണ്. കോർപ്പസ് ഫണ്ട് ഓൺ അക്കാഡമിക് ഫീ, അതും ആനുവലി ആണ്. ഐഡന്റിറ്റി കാർഡ് അത് 1 ടൈം ആയിരിക്കും. സ്റ്റുഡന്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ആനുവലി ആണ്. കോഷൻ ഡിപ്പോസിറ്റ് 1 ടൈം. അപ്പോൾ ഇതിൽ 1 ടൈം ഉള്ളത് ആകെ അഡ്മിഷൻ ഫീസും കോഷൻ ഡിപ്പോസിറ്റും മാത്രമാണ്. അപ്പോൾ അത് കുറച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും വരുന്ന വർഷങ്ങളിൽ, സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ, തേർഡ് ഇയർ ആയിക്കോട്ടെ, ഫോർത്ത് ഇയറിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു ഏകദേശം 11,000 ആണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ പിന്നെ ഒരു 6,000 ഒക്കെ ആയിരിക്കും ഒരു ഫീസ് എന്ന് പറയുന്നത്. കോഷൻ ഡിപ്പോസിറ്റ് ആണെങ്കിൽ എൻഡ് ഓഫ് ദ ടൈമിൽ അവർ റീപേ ചെയ്യുന്നതായിരിക്കും, അതായത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് പെനാൽറ്റി ഫോർ ലീവിങ് ദ കോഴ്സിന്റെ ഇടയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ലീവ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ പെനാൽറ്റി ആയിട്ടൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അത് എത്രയൊക്കെയാണെന്ന് നോക്കാം. ബട്ട് ആദ്യത്തേത് തന്നെ ബിറ്റ്വീൻ ദ അലോട്ട്മെന്റ് ഓഫ് സീറ്റ് ഇൻ ഫസ്റ്റ് കൗൺസിലിങ്ങിനും ഫൈനൽ കൗൺസിലിങ്ങിനും ഇടയിലുള്ള ടൈമിൽ വെച്ച് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 10,000 റുപ്പീസ് പെനാൽറ്റി ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അടയ്ക്കേണ്ടി വരും. ഇനി ഫൈനൽ കൗൺസിലിങ്ങിന് ശേഷം തൊട്ട് ഫസ്റ്റ് ഇയറിന്റെ ഇടയിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ ലീവ് ചെയ്യുന്നതെങ്കിൽ 25,000ഉം, ഇനി സെക്കൻഡ് അക്കാഡമിക് ഇയർ തൊട്ട് ഫൈനൽ ഇയേഴ്സ് ആ ഒരു സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആ ഒരു ഇയറിന്റെ ഇടയിലാണ് നമ്മൾ ലീവ് ചെയ്യുന്നതെങ്കിൽ 50,000 ആയിരിക്കും അങ്ങോട്ടേക്ക് നമ്മൾ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫീസിന് പുറമേ തന്നെ ഹോസ്റ്റൽ ഫീസ് ഉണ്ടാവും, മെസ് ഫീസ് ഉണ്ടാവും, ഹോസ്റ്റൽ ഫീസിന്റെ കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ടാവും, മെസ് ഫീസിന്റെ കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ടാവും, മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ചെലവുകളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് BSc നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുക എന്ന് പറയുന്നത് നല്ല ചിലവേറിയ കാര്യം തന്നെയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്നത്. മാത്രമല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, വൺ ഓഫ് ദ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യയാണ് ഈ ഒരു ജിപ്മർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നീറ്റിന് നല്ലൊരു സ്കോറുള്ള എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഡെഫിനറ്റ്ലി ഈ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് അതിലേക്ക് പോവുക. അപ്പോൾ ആപ്ലിക്കേഷൻ ടൈമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, അപ്ഡേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം. വരും ദിവസങ്ങളിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ ടോപ്പിക്കിനെ പറ്റിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.